പുള്ളി വന്നിട്ട് IT മേഖലയായാലും ഏതിലായാലും നല്ല അറിയപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ജയിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നല്ല കാര്യം ചെയ്യുമെന്നാണ് ഉറപ്പ് നമുക്ക് തോന്നുന്നത്. 15 വർഷം തരൂർ ഇരുന്നിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. കുറേ ഹാള ലൈറ്റ് മാത്രം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ശശി തരൂർ ജയിക്കും. ശശി തരൂരിനെ ഫുള്ള് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലപാടും ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ശശി തരൂർ ജയിക്കും. BJP വന്നില്ലെങ്കിൽ കേരളം കുട്ടിച്ചോറാണ്. ഒരു വെള്ളം പോലും കിട്ടില്ല കേരളത്തിൽ. 2 MP എങ്കിലും പോയില്ലെങ്കിൽ കേരളത്തിൽ വെള്ളം പോലും കിട്ടില്ല. നമസ്കാരം, പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് രാജ്യവും കേരളവും. ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന കേരളത്തിലെ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. കഴിഞ്ഞ 3 തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശശി തരൂരാണ് ഇവിടെ വിജയിച്ചു കയറിയത്. എന്നാൽ ഇക്കുറി ശശി തരൂരിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി എത്തി. പന്ന്യൻ രവീന്ദ്രനാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ 3 തവണയും വിജയിച്ചത് ഓരോ തവണയും വോട്ടുകളുടെ നേരിയ വ്യത്യാസമുണ്ടായിരുന്നു ശശി തരൂരിനെങ്കിൽ ഇക്കുറി ശശി തരൂരിന് വലിയ വെല്ലുവിളിയാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണ്ണമായ പിന്തുണ, മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി, വികസന പ്രവർത്തനങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രചരണത്തിൽ ഇപ്പോൾ ഒരു പടി മുന്നിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള കാര്യം വ്യക്തവുമാണ്. എന്തായാലും മണ്ഡലത്തിലെ വോട്ടർമാരുടെ അഭിപ്രായം നമുക്ക് തേടാം. ഇപ്പോഴും പ്രയോജനമുള്ളവർക്ക് ചെയ്യുക, മനസ്സിലായില്ലേ? ഇവിടെ ജയിച്ചിട്ട് കാര്യമില്ല. കേന്ദ്രത്തിൽ BJP ആണ്. അപ്പോൾ ഇവിടെ BJP അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ വലിയ എന്തെങ്കിലും ഉപകാരപ്പെടും. മറ്റേ ഇവർ ജയിച്ച് പോയിട്ട് അവിടെ പോയി ചുമ്മാ ഇരിക്കാനേ പറ്റൂ, അല്ലേ? അപ്പോൾ ദേശീയ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കുന്ന ഒരാൾക്ക് വോട്ട് കൊടുക്കണം. അതെ, തീർച്ചയായിട്ടും. അടുത്ത് കഴിഞ്ഞു. ആർക്കാണ് തിരുവനന്തപുരത്ത് വിജയസാധ്യത? വിജയസാധ്യത വെള്ളം കുടിച്ച് കിടക്കണമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് അതിന് ഇങ്ങനെ പറയുന്നത്? എന്ന് വെച്ചാൽ കേന്ദ്രമാണ് നമുക്കെല്ലാം തരുന്നത്. ഇവിടെ യുവമാർ കാട്ടുകള്ളന്മാരാണ്. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ മന്ത്രിമാർ, ബാറുകൾ, മുതലാളിമാരാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് സാധാരണക്കാരന് ഇന്നും അതുകൊണ്ടാണ് ഞാൻ മരുന്ന്, ആഹാരം ഇതെല്ലാം കേന്ദ്ര സർക്കാരാണ് തരുന്നത്. രാജീവ് ചന്ദ്രശേഖറാണ് ഇവിടെ BJPയുടെ NDA സ്ഥാനാർത്ഥി. വിജയിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വിജയിക്കുമെന്ന് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ 3 തവണ വിജയിച്ച ശശി തരൂരാണ്. നല്ലൊരു മത്സരമായിരിക്കില്ലേ ഇവിടെ ഉണ്ടാവുന്നത്? നല്ല കടുത്ത മത്സരമാണ്. എങ്കിലും ഒടുവിൽ ആര് വിജയിക്കും? എന്നാലും പറയാൻ പറ്റില്ല. എങ്കിലും ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണ്. അത് ഉറപ്പില്ല. അത് ഉറപ്പാണ് 100 വട്ടം ഉറപ്പാണ്. ഇവിടെ വരണമെങ്കിൽ BJP വന്നില്ലെങ്കിൽ കേരളം കുട്ടിച്ചോറാണ്. ഒരു വെള്ളം പോലും കിട്ടില്ല കേരളത്തിൽ. 2 MP എങ്കിലും പോയില്ലെങ്കിൽ കേരളത്തിൽ വെള്ളം പോലും കിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് കാരണം? ഇടതുപക്ഷത്തിൻ്റെ ഭരണം അത്ര നല്ലതല്ലാത്തതുണ്ട്. 3 തവണ മത്സരിച്ച ശശി തരൂരാണ്. ഇയാൾ ജയിക്കുമെന്നാണ് പ്രതീക്ഷ. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത്, കോൺഗ്രസ്സുകാർ പറയുന്നത്, CPM പറയുന്നത്. ഇവിടുത്തെ നാട്ടുകാരനല്ലാത്തുണ്ട്. ഇവിടുത്തെ നാട്ടുകാരനാണെങ്കിലല്ലേ പറയുള്ളൂ. പിന്നെ ജയിക്കുമെന്ന് എങ്ങനെയാണ് പറയുന്നത്? അദ്ദേഹം വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യൻ, അതുകൊണ്ട് പറഞ്ഞത്. എന്തും നടപ്പിലാക്കാൻ കഴിവുള്ളൊരു മനുഷ്യൻ, നല്ലൊരു വ്യക്തി, അതുകൊണ്ട് പറയും. ഇപ്പോഴത്തെ നിലവിലനുസരിച്ച് രാജീവ് ചന്ദ്രശേഖർ. പുള്ളി വന്നിട്ട് IT മേഖലയായാലും ഏതിലായാലും നല്ല അറിയപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ജയിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നല്ല കാര്യം ചെയ്യുമെന്നാണ് ഉറപ്പ് നമുക്ക് തോന്നുന്നത്. 15 വർഷം തരൂർ ഇരുന്നിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. കുറേ ഹാള ലൈറ്റ് മാത്രം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. തിരുവനന്തപുരത്ത് 3 പ്രാവശ്യം ജയിച്ച ആളാണ്. ഇതിന് നാട്ടിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇലക്ഷൻ സമയത്ത് നാട്ടുകാർ മുമ്പ് വരും, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? കോൺഗ്രസ്. ശശി തരൂർ ജയിക്കും. ശശി തരൂരിനെ ഫുള്ള് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലപാടും ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ശശി തരൂർ ജയിക്കും. എന്നാലും ശക്തമായ ത്രികോണ മത്സരമല്ലേ ഇവിടെ നടക്കുന്നത്? ആണെന്ന് പറയാം. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ ശശി തരൂർ ജയിക്കും.